നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടരൻ പരാജയങ്ങളുടെ പടുകുഴിയുടെ ആഴത്തിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് തിരികെ വരണം. സാധിക്കുമോ ഗുജറാത്ത് ടൈറ്റൻസിനെ അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിലിട്ട് പരാജയപ്പെടുത്താൻ എന്നുള്ളതാണ് ചോദ്യം. രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ കളി നടക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം ആരാധകരുടെ മനസ്സിലുള്ളത്, രോഹിത് ശർമ്മ കളിക്കുമോ? രോഹിത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമ്മൾ നോക്കിയത്. അത് പറയുന്നത് രോഹിത് ഈസ് ബാറ്റിംഗ് അറ്റ് ദി നെറ്റ്സ് ഇൻ അഹമ്മദാബാദ്. ഹി കണ്ടിന്യൂസ് ടു ബി ഇവാലുവേറ്റഡ് അറ്റ് ദി മെഡിക്കൽ ടീം ആൻഡ് മഹേള ജയവർദ്ധനെ എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റാണ്. അപ്പോൾ ഇന്ന് തീരുമാനമെടുക്കും അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓൾമോസ്റ്റ് ഓക്കെയാണ്, കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നർത്ഥം. നിലവിൽ 10ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. ജയിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 10 രക്ഷപ്പെടാം. ഗുജറാത്ത് ടൈറ്റൻസ് ആണെങ്കിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. നല്ലൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം. ടീം ന്യൂസ് നമ്മൾ വിശദമായിട്ട് എടുക്കുകയാണെങ്കിൽ GT അവർ സെയിം 11 വെച്ച് തന്നെ കളിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ പ്രത്യേകിച്ച് മാറ്റങ്ങളിലേക്ക് അവർ പോകാൻ സാധ്യതയില്ല. 3 മത്സരങ്ങൾ അവർ വിജയിച്ചുകൊണ്ട് വരികയാണ്. സോ അവർക്ക് അത് വെച്ച് തന്നെ മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. സോ GTയുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ ശുഭൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ഗ്ലെൻ ഫിലിപ്സ്, രാഹുൽ തെവാറ്റിയ, ഷാറുഖ് ഖാൻ, റാഷിദ് ഖാൻ, അശോക് ശർമ്മ, കാഗിസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ പ്രധാനമായും രോഹിത്തിൻ്റെ കാര്യമാണ് പ്രശ്നം. രോഹിത്തിൻ്റെ ആ ഒരു പരിക്ക്, അതോടൊപ്പം തന്നെ മിച്ചൽ സാൻഡറുടെ ഇൽനെസ്. കഴിഞ്ഞ മത്സരങ്ങൾ അവർ കളിച്ചില്ല. MIയുടെ ബൗളിംഗ് കോച്ച് പരസ് പാംബ്രെ കൺഫേം ചെയ്തിരിക്കുന്ന കാര്യം രണ്ടുപേരും ഓൾമോസ്റ്റ് ഓക്കെയാണ് എന്നാണ്. സോ രോഹിത്ത് വീണ്ടും ഇന്നലെ നെറ്റ്സിലൊക്കെ ബാറ്റൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. സോ രോഹിത്ത് ഇല്ലെങ്കിൽ MIയെ സംബന്ധിച്ചിടത്തോളം ലൈനപ്പ് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് PBKസിനെതിരെയുള്ള കളിയിൽ നമ്മൾ കണ്ടതാണ്. QDK വന്നു, ഒരു ബ്രില്യൻ കംബാക്ക് 100 അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻറ്റ് ബോൾട്ട്, ഒരു ഓവർസീസ് പ്ലെയറെ പുറത്തിരുത്താൻ വേണ്ടി ട്രെൻറ്റ് ബോൾട്ടിനെ പുറത്തിരിക്കേണ്ടി വന്നു. അപ്പം ബോൾട്ടിന് പകരം മയങ്ക് റാവത്താണ് വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച ഒരു ഡെബ്യൂ ആയിരുന്നില്ല. നമ്പർ 8 അദ്ദേഹം വന്നു, നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ വന്നു നിന്നു. ഒരു ബോൾ മാത്രം ബാക്കി നിൽക്കെ MIയുടെ ഇന്നിങ്സിൽ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫ് സ്പിൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് എറിയാനുള്ള അവസരവും കൊടുത്തില്ല. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത്ത് തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും റിക്കൽട്ടൻ്റെ പ്ലേസ് ആയിരിക്കും പുറത്തേക്ക് പോവുക. അപ്പോൾ QDKയും രോഹിത്തും കൂടി ഓപ്പൺ ചെയ്യും. ബോൾട്ട് അല്ലെങ്കിൽ കോർബിൻ ബോഷോ അവരുടെ ബൗളിങ്ങിനെ, പേസ് ബൗളിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പ്ലേയിങ് 12ലേക്ക് തിരികെ എത്തുകയും ചെയ്യും. സോ പിന്നെ സാൻഡറോർ അല്ല ഗസൻഫർ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ചോയ്സ് നടത്തേണ്ടതുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസിലാണ് മുംബൈയുടെ ലൈനപ്പ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ കളി തോറ്റപ്പോൾ തന്നെ ചില മാറ്റങ്ങളിലേക്കൊക്കെ പോയേക്കുമെന്നുള്ള സൂചന ഹാർദിക് പാണ്ഡ്യ നൽകിയിരുന്നു എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്ലേയിങ് 12 എന്ന് പറഞ്ഞാൽ ക്വിൻ്റൻ ഡി കോക്കും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ സൂര്യകുമാർ യാദവ്, നമാൻ തിർ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഷർഫേൻ റുദർഫോർഡ്, മിച്ചൽ സാൻഡർ അല്ലെങ്കിൽ അല്ല ഗസൻഫർ, ദെൻ ട്രെൻറ്റ് ബോൾട്ട് അല്ലെങ്കിൽ കോർബിൻ ബോഷ്, ഷാർദുൽ താക്കൂർ അറ്റ് നമ്പർ 10, ദീപക് ചാഹർ അറ്റ് നമ്പർ 11, ദെൻ ജസ്പ്രീത് ബുംറ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബബിൾ 12 എന്ന് പറയുന്നത്. ഏതായാലും മികച്ചൊരു പോരാട്ടം എന്ന് പ്രതീക്ഷിക്കുകയാണ്. മുംബൈക്ക് വീണ്ടും വിജയപഥത്തിലേക്ക് എത്താൻ പറ്റുമോ, അതല്ല GT അവരുടെ കുതിപ്പ് തുടരുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.